നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ നിന്നും ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് 81 പേരെയെന്ന് വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു കഴിഞ്ഞു. സൗദി ഭരണകൂടം തന്നെ ഔദ്യോഗികമായി നൽകിയ കണക്കുകളാണിത്. ഇസ്ലാമിക തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെയാണ് വധിച്ചതെന്ന് സൗദി ഭരണകൂടം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. ഇസ്ലാമിക് സ്റ്റേറ്റ്, അൽ ഖ്വയ്ദ, ഹൂതി മുതലായ തീവ്രവാദ സംഘടനകളിൽ ഉൾപ്പെട്ടവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. രാജ്യത്തെ വിവിധയിടങ്ങളിൽ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയും സൗദിയിലേക്ക് ആയുധക്കടത്ത് നടത്തുകയും ചെയ്തവരെയാണ് വധിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി. കണക്കുകളനുസരിച്ച് 2021 നടത്തിയ മുഴുവൻ വധശിക്ഷകളെക്കാളും കൂടുതലാണ് കഴിഞ്ഞ ശനിയാഴ്ച മാത്രം സൗദിയിൽ വധിക്കപ്പെട്ടവരുടെ എണ്ണം. അതേസമയം കഴിഞ്ഞ 10 വർഷമായി സൗദിയിൽ തടവിലായിരുന്ന ബ്ലോഗറും മനുഷ്യാവകാശ പ്രവർത്തകനുമായ റയീദ് ബദാവിയെ സൗദി അറേബ്യ മോചിപ്പിച്ചു. ലോകമാകവെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും അടയാളമായി മാറിക്കഴിഞ്ഞ ബദാവിയെ മോചിപ്പിച്ചെങ്കിലും അടുത്ത 10 വർഷത്തേക്ക് രാജ്യം വിട്ടു പോകരുതെന്ന് വിലക്കുണ്ട്. 2014 10 വർഷത്തെ തടവിന് ബദാവിയെ സൗദി കോടതി ശിക്ഷിക്കുന്നത്. ഇതിനു പുറമെ ഓരോ ആഴ്ചയും 50 ചാട്ടയടി വീതം പ്രത്യേകം നൽകാനും കോടതി വിധിക്കുകയായിരുന്നു. ജദ്ദ സ്ക്വയറിൽ വെച്ച് അദ്ദേഹത്തിന് നൽകിയ ആദ്യ ചാട്ടവാറടി ലോകശ്രദ്ധ പിടിച്ചുപറ്റുകയും അതിക്രൂരവും പൈശാചികവുമായ നടപടിയെന്ന് ഐക്യരാഷ്ട്രസഭ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. 38-കാരനായ ബദാവിക്ക് അടുത്ത 10 വർഷത്തേക്ക് രാജ്യം വിട്ടു പോകാൻ സാധിക്കില്ലെന്ന സൗദി ഭരണകൂടത്തിന്റെ മാപ്പ് ലഭിച്ചാൽ മാത്രമേ ഈ ഉത്തരവിന് ഇളവ് ലഭിക്കുകയുള്ളൂവെന്നും അധികൃതർ വ്യക്തമാക്കി. ബദാവിയുടെ ഭാര്യയും കുഞ്ഞുങ്ങളും നിലവിൽ കാനഡയിലാണ്. ജയിൽ മോചിതനായ ശേഷം ബദാവി തങ്ങളെ ബന്ധപ്പെട്ടിരുന്നെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.